ആചരണത്തോട് അനുബന്ധിച്ച് ഇന്ന് നമ്മളുടെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. ഇന്നത്തെ പ്രഭാഷണം അനുഗ്രഹ പ്രഭാഷണമാണ്. ഇന്നത്തെ പ്രഭാഷണം ചെയ്യുന്നത് നമ്മളുടെ ക്ഷേത്രത്തിന്റെ മേൽശാന്തിയായ ശ്രീ കണ്ണൻ ചന്ദനക്കുന്നവർകളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടിയുടെ ആദ്യപടിയായി ദീപാർപ്പണം ചെയ്യുന്നതിന് നമ്മുടെ വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. രാവിവൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിടസ്പന്ദമാകണം. നവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നോ തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. എല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭുവതും ഭാവിയും വേറെല്ലോതും മൊഴിമോർക്കുവിൻ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ
ഭഗവാനെ ജയിക്കുക. ജയിക്കുക മഹാദേവ ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധോ. ജയിക്കുക മേറും നിൻ മഹസ്സ ആരിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം. വാഴണം വാഴണം സുഖം. ഓം നാരായണ പരമഗുരവേ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അല്ല ഭക്തജനങ്ങൾക്കും കറുത്തുണ്ട് കേട്ടോ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളിന്നിവിടെ കർക്കിടക മാസത്തോടനുബന്ധിച്ച് നടക്കുന്ന രാമായണ ശബര്യ ഇന്ന് 5-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അത് കുഴപ്പമില്ല, അതൊന്നും കാര്യമില്ല. കട്ടി പിടിക്കുമ്പോൾ തന്നെ കുഴപ്പമില്ല. കേൾക്കുകയാണ് കേൾക്കും. തുടങ്ങല്ലേ. രാമായണ ആചരണത്തോടനുബന്ധിച്ച് ഇന്ന് 5-ാമത്തെ ദിവസമാണ്. ഇതിനു മുന്നായി നമ്മൾ ഇത് ഇവിടെ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുന്നു വന്ന പ്രഭാഷകന്മാർ പറഞ്ഞു തന്ന കഥകളും കുറച്ച് നല്ല നന്മയുള്ള കുറേ വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവച്ചു. ഇവിടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രാമായണത്തിലെ കുറച്ച് വിഷയങ്ങൾ, അത് കുറച്ച് ഗൗരവവും അത് നമ്മുടെ സമൂഹവുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ടെന്നും ഉള്ള വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനമായി രാമായണം എന്ന ഒരു ഗ്രന്ഥം നമ്മൾ കർക്കിടക മാസത്തിൽ ആചരിച്ചു വരുന്നു. അത് പാരായണം ചെയ്യുന്നു. അതിലെ കുറേ അർത്ഥങ്ങളും കഥകളും എല്ലാവരും കേൾക്കുന്നു. എന്താണ് ഇതിൻ്റെ ഒരു ഉദ്ദേശ ശുദ്ധി എന്നുള്ള വിഷയം നമ്മൾ ചിന്തിക്കണം. രാമായണത്തിൽ പറയുന്ന കഥയിലെ പ്രധാന ആളായ ശ്രീരാമൻ എന്തിന് അവതാരം ചെയ്തു, എന്താണ് ആദികവി വാൽമീകി ഈ രാമായണം രചിച്ച് സമൂഹത്തിന് എന്ത് നല്ല സന്ദേശങ്ങളാണ് ഇതിലൂടെ തരുന്നത്, അത് എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം
എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ത്രേതായുഗത്തിൽ നടന്ന ശ്രീരാമന്റെ ചരിത്രങ്ങള്, കഥകള്, അതിൽ അവതരിച്ച ശ്രീരാമൻ അല്ലെ, ശ്രീരാമൻ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും രാമായണം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, കഥകളൊക്കെ അറിയാം. എന്താണ് ശ്രീരാമന്റെ ധർമ്മം? ശ്രീരാമൻ എന്തിനാണ് അവതാരം ചെയ്തത്? ആരാണ് ശ്രീരാമൻ എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം വരുന്നത് ശ്രീരാമൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. മഹാവിഷ്ണു എന്തിനെല്ലാം അവതാരം ചെയ്തു? എത്ര അവതാരങ്ങളുണ്ട്? ഓരോ അവതാരത്തിലും എന്തായിരുന്നു വിഷ്ണു ഭഗവാന്റെ വിഷയങ്ങൾ, അതായത് എന്തിനു വേണ്ടി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ സൃഷ്ടി, സ്ഥിതി, വിനാശനം അല്ലെ, നമ്മൾ പറയും സൃഷ്ടിയുടെ കർത്താവായ ബ്രഹ്മാവും സ്ഥിതിയുടെ ഉത്തരവാദിത്തം ആർക്കാ? വിഷ്ണു ഭഗവാൻ അല്ലെ. അതേപോലെ സംഹാരം ഇത് ശിവഭഗവാനാണ് അതിന്റെ ഉത്തരവാദിത്തം. അപ്പൊ ഈ ലോകം തന്നെ നിലനിൽക്കണമെങ്കിൽ ആരുടെ സാന്നിധ്യം വേണം? സ്ഥിതിയുടെ കർത്താവായ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം ഉണ്ടാവണം. ആ സ്ഥിതിയെ പരിപാലിക്കുന്നത് വിഷ്ണു ഭഗവാനാണ് അത്ര. അങ്ങനെയാണെങ്കിൽ ഓരോ യുഗത്തിലും ഭഗവാൻ അവതരിച്ചിരിക്കുന്നു, ഓരോ നാമത്തിൽ. അവിടെ ചിന്തിക്കുമ്പോൾ ധർമ്മത്തെ നിലനിർത്തുക എന്ന കാര്യമാണ് ഇതിൽ പ്രധാനമായും നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. എവിടെയൊക്കെ ധർമ്മം വ്യതിചലിക്കുന്നു, അല്ലെങ്കിൽ എവിടെയൊക്കെ ധർമ്മം വിരുദ്ധമായി നടക്കുന്നുവോ അവിടെയൊക്കെ ഭഗവാൻ അവതരിക്കത്രേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ അവതാരത്തിലും ഈ വിഷയം, ധർമ്മത്തെ പരിപാലിക്കുക അല്ലെ, ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. അങ്ങനെയാണ് ത്രേതായുഗത്തിൽ ശ്രീരാമനായിട്ട് ഭഗവാൻ അവതരിക്കുന്നത്. ആ സ്ഥിതിയെയും നിലനിർത്തുവാനും ധർമ്മത്തിന് വിരുദ്ധമായി നടക്കുന്ന കാര്യങ്ങളെ അശേഷം നശിപ്പിക്കാനും വേണ്ടി ഭഗവാൻ അവതരിച്ചു ത്രേതായുഗത്തിൽ. അങ്ങനെ ശ്രീരാമനെ ദശരഥ രാജാവിന്റെ മകനായി ശ്രീരാമൻ അവതരിച്ചു. ഇതെല്ലാം, ഈ കഥകളെല്ലാം നമുക്കൊക്കെ അറിയാം അല്ലെ, എല്ലാവരും കേട്ടിട്ടുള്ള കഥകളാണ്. ഞാൻ കഥകളിലേക്കൊന്നും കിടക്കുന്നില്ല. അതിന്റെ പ്രധാനമായ കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയാണ്. ഈ രാമായണത്തില് ഒരുപാട് കഥകളും ഉപകഥകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാ കഥകളിലും ഏത് കഥ എടുത്താലും അതിൻ്റെ പുറകില് കാണുന്നത് ധർമ്മവിരുദ്ധമായി നടക്കുന്ന ആ സമയത്താണ് ഭഗവാന്റെ, അല്ലെങ്കിൽ അതിൽ ഈ രാമായണത്തിൽ തന്നെ പറയുന്നത് ധർമ്മത്തിനെതിരായ വിഷയങ്ങൾ സംഭവിച്ചാൽ എന്തു സംഭവിക്കുന്നു എന്ന് പറയുന്നു അവിടെ. അപ്പൊ നമ്മള് എന്താണ് ശ്രീരാമന്റെ രാമായണത്തിലെ ദശരഥ രാജാവിന്റെ മകനാണ് രാമൻ. അവിടെ സന്താനത്തിന്റെ ധർമ്മം, സന്താനങ്ങൾ എങ്ങനെയാണ് അച്ഛൻ അമ്മയെ പരിപാലിക്കുന്നത് എന്ന ധർമ്മം ആണ് ശ്രീരാമൻ അവിടെ അവതരിച്ച് നമുക്ക് കാണിച്ചു തരുന്ന ആ കഥയിലെ പ്രധാന ഘടകം അല്ലെ. അതേപോലെ പിന്നെന്താ, രാമന് സഹോദരങ്ങളായിട്ട് ആരൊക്കെ ഉണ്ട്? ഭരത, എല്ലാവർക്കും അറിയാം, ലക്ഷ്മണ, ശത്രുഘ്ന, അവരെല്ലാവരും. അപ്പൊ അവരും രാമനും തമ്മിലുള്ള ആ ബന്ധത്തിലൂടെ
സഹോദര ധർമ്മത്തെ അവിടെ കാഴ്ചവെക്കുന്നു. എങ്ങനെയാണ് സഹോദരധർമ്മം പരിപാലിക്കുക? നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു വിഷയം ചിന്തിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് ആ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ധർമ്മം? അവരെന്തൊക്കെയാണ് നമുക്ക് സന്ദേശങ്ങളായി തരുന്നത്? ഈ കവി ഉദ്ദേശിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്കതിൽ നിന്ന് മനസ്സിലായത്? ഞാൻ ചിന്തിക്കുമ്പോൾ പ്രധാനമായും കാണുന്ന ഒരു വിഷയം ഇതാണ്, ധർമ്മം എന്നൊരു വിഷയം. അവിടെ സഹോദര ധർമ്മത്തെ പരിപാലിച്ചുകൊണ്ട് രാമലക്ഷ്മണ ശത്രുഘ്ന ഭരതന്മാര് ആ ഒരു കാര്യം നമ്മളിലേക്ക് കാണിച്ചു തരുന്നു. പിന്നെയോ മാതൃധർമ്മം, അമ്മ അല്ലെ, അമ്മ എന്നൊരു ധർമ്മമുണ്ട് നമുക്ക്. അവിടെ എന്താണ്? കൈകേയും കൗസല്യയും സുമിത്രയും ഐക്യത്തോടുകൂടി അല്ലെ, മന്ദാര വരുന്നത് വരെ ഒരു പ്രശ്നമില്ല, അവരില്ല, എല്ലാവരും ഭയങ്കര ഐക്യത്തോടുകൂടി ആ കാലങ്ങൾ കഴിഞ്ഞിരുന്നു. മാതൃധർമ്മത്തെ സൂചിപ്പിക്കുന്നു അവിടെ. ഇനി അതേപോലെ തന്നെ പ്രധാനമായിട്ട് ശ്രീരാമനും സീതയും അല്ലെ, എന്താ പറയുന്നത്, ദാമ്പത്യം, ഭാര്യ ഭർത്തൃധർമ്മം, അതേ ചൂണ്ടിക്കാണിക്കുന്നു. ശ്രീരാമനും സീതയും പോലെ ഇതുവരെ നമ്മള് അങ്ങനെ ആരും കണ്ടിട്ടില്ല എന്നാണ് പൊതുവെ പറയാന്നല്ല, അങ്ങനെയാണ് അല്ലെ. രാമനും സീതയും തമ്മിലുള്ള ആ ഒരു ദാമ്പത്യം അത് നമുക്ക് കാണിച്ചു തരാണ് രാമായണത്തിലൂടെ. എങ്ങനെയാണ് ഒരു ഭാര്യയും ഭർത്താവും കഴിയേണ്ടത്, എങ്ങനെയാണ് അത് പരിപാലിച്ച ധർമ്മം നിലനിർത്തേണ്ടത് എന്നൊക്കെ ഈ രാമായണത്തിൽ നമുക്ക് കാണിച്ചു തരുന്നു. ധർമ്മം പിന്നെ എന്താണ്? ഈ വിഷയമായി ധർമ്മത്തെ നിലനിർത്തുന്നു. ഇനി ഇവിടെ എപ്പോഴാണോ ധർമ്മത്തിനെതിരാകുന്നത്, ആ സമയങ്ങളിലൊക്കെ ധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത്, അതും രാമായണത്തിൽ കാണിക്കുന്നു. അതും ആ ചരിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്തായിരുന്നു? മന്ദാരയുടെ ഒരു കുബുദ്ധി, അതിലൂടെ എന്തൊക്കെ സംഭവിച്ചു? രാമൻ വനവാസത്തിന് വരെ പോകേണ്ട അവസ്ഥ വന്നു. ഈ രാമായണത്തിലെ കഥകളും ചരിത്രങ്ങളും ഒക്കെ ആരംഭിച്ചത് അവിടെ നിന്നാണ്. അപ്പൊ അതിന്ന് എന്തുണ്ടായി? മാതൃദുഃഖം സ്വീകരിക്കേണ്ടി വന്നു. ആർക്ക്? കൈകേയി. ഇതുപോലെ തന്നെ വേറൊരു കഥാപാത്രമാണ് ശൂർപ്പണഖ. ശൂർപ്പണഖയ്ക്ക് എന്താ സംഭവിച്ചത്? അന്യ ഭാര്യയെ അല്ലെങ്കിൽ അന്യ പുരുഷനെ ആഗ്രഹിക്കുക അല്ലെ. ശൂർപ്പണ എന്താ ചെയ്തേ? ശ്രീരാമനെ പോലുള്ള ഒരു പുരുഷനെ, ശ്രീരാമനെ ആഗ്രഹിക്കുക അല്ലെ. ഓൾറെഡി ശ്രീരാമൻ സീതയുടെ ഭർത്താവാണ്. ദാമ്പത്യം, ഭാര്യ ഭർത്തൃ ആയിട്ട് ജീവിക്കുന്ന ആ ശ്രീരാമനെ ശൂർപ്പണഖ ആഗ്രഹിച്ചു. എന്തു സംഭവിച്ചു? ധർമ്മത്തിനെതിരായി അവിടെ അല്ലെ. പ്രധാനമായിട്ട് ചിന്തിക്കുമ്പോ അങ്ങനെ ചെയ്യാൻ പാടില്ല. ശൂർപ്പണഖയ്ക്ക് അങ്ങനെ ചിന്ത വരാൻ പാടില്ല. അങ്ങനെ ചിന്ത ശൂർപ്പണയിൽ വന്നപ്പോൾ തന്നെ എന്താ സംഭവിച്ച? അവിടെ ഒരു യുദ്ധം വരെ സംഭവിച്ചു. ശൂർപ്പണയുടെ അവസ്ഥ എന്തായിരുന്നു? മൂക്കൊക്കെ ഛേദനം ചെയ്ത്. അപ്പൊ ഇവിടെ ആഗ്രഹം അല്ലെ, നമ്മള് പറയും അർഹിക്കുന്നേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. ശൂർപ്പണയുടെ ആ ഒരു ദുശ്ചിന്തയും ആ ഒരു ആഗ്രഹവും മൂലം നാശം സംഭവിച്ചു അവിടെ. ഇനി ഇതുപോലെ തന്നെ അല്ലെ ബാലി സുഗ്രീവ കഥ അതിൽ പറയുന്നതാണ്. ബാലി ഭഗവാന്റെ പ്രിയ ഭക്തനായിരുന്നു, രാമന്റെ ഭക്തനായിരുന്നു. അത്രയും ഭക്തിയോടുകൂടി രാമനെ ഭജിക്കുന്ന ആളായിരുന്നു ആര്? ബാലി. അവിടെ ഭക്തി ഉണ്ടെങ്കിലും ധർമ്മത്തിന് വിരുദ്ധമായി എന്ന് ബാലി പ്രവർത്തിച്ചു തുടങ്ങിയോ അന്ന് മുതൽ നാശം ആരംഭിച്ചു.
ഭഗവാന്റെ ഭക്തനെ ഭഗവാൻ തന്നെ കഥ കഴിക്കേണ്ട അവസ്ഥ. അതെന്തുകൊണ്ടാണ്? ധർമ്മത്തിന് വിരുദ്ധമായി ചിന്തിച്ചുകൊണ്ട്. രാവണനോ ഇത് തന്നെയല്ല ചിന്തിച്ചത്. സീതയെ അന്യ ആളുടെ ഭാര്യയെ മോഹിച്ചു. അതൊരു ധർമ്മമായി. ശിവഭഗവാന്റെ ഭക്തനാണ്. പക്ഷെ എന്തായി? ലങ്കയിലല്ല സുഖ ജീവിതത്തോടും കൂടി കഴിഞ്ഞ ആളാണ് രാവണൻ. ശിവഭക്തനും കൂടിയാണ്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു? നാശം. അതിനെന്തു മനസ്സിലാക്കാം നമ്മൾക്ക്? എന്തൊക്കെ നമ്മളതിൽ ചിന്തിക്കണം? എന്നാണോ നമ്മളെല്ലാം ധർമ്മത്തിനെതിരാകുന്നേ അവിടുന്ന് നമുക്കൊക്കെ നാശങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സ്ഥിതിയുടെ കർത്താവായ മഹാവിഷ്ണു അല്ലെ, എന്നാണോ അവിടെ ധർമ്മം വ്യതിചലിക്കുന്ന അവിടെയൊക്കെ അവതരിച്ച് നാശം സംഭവിച്ചു. പിന്നെ അഹല്യ ഒരു കഥ അതിലുണ്ട്, അഹല്യ മോക്ഷം. അഹല്യക്ക് എന്താ സംഭവിച്ച ആ കഥയില്? ഈ ആഗ്രഹങ്ങളിലൂടെ ധർമ്മത്തിന് വിരുദ്ധമായി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവിടെ എല്ലാം എന്ത് സംഭവിക്കുന്നു? നാശം. നേരത്തെ നമ്മൾ പറഞ്ഞു എന്ത്? ധർമ്മത്തിന്റെ ഉത്തരവാദിത്യം പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നു ആ ധർമ്മം എപ്പോഴൊക്കെ നമ്മൾ വ്യതിചലിക്കുന്നുവോ അവിടെയൊക്കെ ഈ വാൽമീകി ഈ കഥയിൽ പറയുന്നു, ഭഗവാന്റെ കഥയിലൂടെ നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്. അപ്പൊ ഇങ്ങനെ ധർമ്മത്തിന് വിരുദ്ധമായി നടക്കുന്ന വിഷയത്തെയാണ് കൂടുതലും രാമായണത്തില് പറയുന്നൊരു സന്ദേശം. ഒന്ന് ചിന്തിക്കാം, നമ്മുടെ സമൂഹത്തില് ഇതിന് വല്ല ബന്ധമുണ്ടോ? അല്ലെങ്കിൽ രാമായണം വായിക്കുന്നത് കൊണ്ട്, ഈ കഥകൾ കേൾക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? അല്ലെ നമ്മൾ ആരെങ്കിലും അത് പരിപാലിക്കുന്നുണ്ടോ? എല്ലാവരും ഇതിലേ കേൾക്കും, അതിലേ വിടും, അത്രേ ഉള്ളൂ അല്ലേ? സത്യം പറഞ്ഞ അങ്ങനെയാണ്. അത് കേട്ടു. പക്ഷെ നമ്മളാരും ഇതിനു വേണ്ടി ഈ കഥ മനസ്സിലാക്കി, ഇതിന്റെ നല്ല നല്ല സന്ദേശങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് പകരാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം, അല്ലേ? അത് തന്നെയാണ് നമ്മൾ ഈ ഹൈന്ദവ അല്ലെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയൊരു നാശം എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തില് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികള് ജനറേഷൻ നശിക്കുന്നത് നമ്മുടെ ഹൈന്ദവത്തിലാണ്. എന്തുകൊണ്ട്? 18 വയസ്സ് അങ്ങോട്ട് തികയാൻ നിൽക്കുക കുട്ടികളെല്ലാവരും. അത് തികയണമില്ല. ഇപ്പോ അതിനു മുന്നേ ചാടി പോവാണ്. അച്ഛനെ അനുസരിക്കുന്നില്ല, അമ്മ പറയുന്നത് കേൾക്കുന്നില്ല, സഹോദരങ്ങളായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു വരിയുമില്ല. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു പുരുഷനായിട്ട്, അല്ലെങ്കിൽ പെൺകുട്ടികൾക്കാണെങ്കിൽ ആ പുരുഷനാണ് വരുന്നത്, പുരുഷന്മാർക്കാണെങ്കിൽ ആ സ്ത്രീയാണ് വരുന്നത്. എവിടെ പോയി നമ്മുടെ സ്നേഹം? ഈ കഥയിൽ പറയുന്ന സഹോദര ബന്ധം അല്ലെങ്കിൽ മാതൃബന്ധം അല്ലെങ്കിൽ ആ ധർമ്മമൊക്കെ എവിടെ പോയി? നമ്മുടെ കുട്ടികൾക്ക് എവിടെയാണ് ഇങ്ങനെ ഒരു വഴി പിഴച്ചു പോകുന്നത്? എന്തുകൊണ്ട്? അതെങ്ങനെ നമുക്ക് ആ വിഷയത്തെ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ നിവാരണം ചെയ്യാം എന്ന് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഓടും എല്ലാവരും അമ്പലത്തിൽ, ഒരു വായുസൂക്തം കഴിക്കും, അല്ലെങ്കിൽ ശത്രു സംഹാരം, അല്ലെങ്കിൽ ഇതൊക്കെ കഴിച്ച് എന്താ ചെയ്യാ, എങ്ങനെയെങ്കിലും ആ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കുള്ളൂ. ഇത് എവിടെ നിന്ന് ആരംഭിച്ചെന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല, അല്ലെ? അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നത് ഇവിടെ മതമോ അല്ലെങ്കിൽ ജാതിയോ പറയല്ല, നടക്കുന്നൊരു കാര്യമാണ്. ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ അധപതിക്കുന്നത്. ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ വേദങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ കുട്ടികള് 1 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം അവരവരുടെ വിഷയങ്ങൾ അങ്ങോട്ട് അവതരിപ്പിച്ചു തുടങ്ങും, അല്ലേ? കണ്ടിട്ടില്ലേ? പള്ളിയിൽ പോയിട്ട് അവർ ഗ്രന്ഥത്തെ അനുസ്മരിച്ചുകൊണ്ടും അതിനെ ബേസായി ചിന്തിച്ച് അതിൽ പറയുന്ന വിഷയങ്ങളൊക്കെ പഠിച്ച് അവരുടെ ജീവിതത്തെ പൂർണ്ണതയിലെത്തിക്കുന്നു.
ഇപ്പൊ മുസ്ലിമുകളാണെങ്കിൽ എന്താ ചെയ്യുന്നത്? അവരുടെ പള്ളിയിൽ അവർക്ക് പഠനം, ആ അറിവ് കൊടുക്കാനുള്ളൊരു സൗകര്യം ചെയ്യുന്നു, അവർ പഠിക്കുന്നു, വളരുന്നു. നമ്മുടെ ഹിന്ദുക്കളിൽ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങള്, നമ്മുടെ ഹിന്ദു അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് ക്ഷേത്രം. ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അല്ലേ? അതെ, മൊബൈല് കാണിച്ചു കൊടുക്കുക. ചെറുപ്പത്തിലെ ശീലിപ്പിക്കണ ഇപ്പോഴത്തെ ജനറേഷന്റെ അവസ്ഥ ഇതാണ്. മൊബൈല് കാണിക്കുക, ഈ യൂട്യൂബിൽ കാണുന്ന എന്തൊക്കെ സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിപ്പിക്കുക, പബ്ജി കളിപ്പിക്കുക. ഒന്നും അറിയില്ല നമ്മള്. ആ മോൻ സന്തോഷം കിട്ടുന്ന ചെയ്തോളാൻ പറയും. അവൻ കാണുന്നത് പബ്ജിയിലെ യുദ്ധങ്ങളാണ്, അല്ലേ? ആ യുദ്ധം കണ്ടു പഠിക്കുന്ന കുട്ടി വളർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നതായിരിക്കും യുദ്ധമായിരിക്കും, സംശയമില്ല ഇത്. അല്ലെങ്കിൽ ഈ ഇപ്പൊ റീൽസിലൊക്കെ ഇറങ്ങുന്ന എന്തൊക്കെയാ വലിയ വലിയ സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ അതിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് വളർന്നു വരുന്ന കുട്ടികൾ ആദ്യം ചെയ്യുക, പുഴയിലേക്ക് എടുത്ത് ചാടി അക്കരെ കിടക്കാൻ പറ്റുന്ന, എന്താ പറയാ, സിനിമയുടെ പേര് മറന്നുപോയി, മോഹൻലാലിന്റെ ഒരു സിനിമയില് നരൻ. ഇതൊക്കെയാണ്. നാളെ ഇതൊരു തടി ഒഴുകിപ്പോയി പ്രളയത്തിന് സമയത്ത് കുട്ടികൾ ചാടി, ഇതൊക്കെയാണ് കാണുന്നത്. ഇത് കണ്ട് വളരുന്ന നമ്മുടെ കുട്ടികൾ ആദ്യം ചെയ്തായിരിക്കും. അതിന് ഉദാഹരണം എന്താ? പുരാണങ്ങളിൽ പറയുന്ന ഒരു കഥയുണ്ട്, പ്രഹ്ലാദന്റെ കഥ. കേട്ടണ്ട? പ്രഹ്ലാദൻ എങ്ങനെയാണ് മഹാവിഷ്ണുവിന്റെ ഭക്തനായേ? അമ്മ ഗർഭാവസ്ഥയിലിരിക്കുമ്പോ നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത ഭഗവാന്റെ കഥകൾ കേട്ടാണ് പ്രഹ്ലാദൻ വിഷ്ണു ഭക്തനായത്. അല്ലേ? കേട്ടണ്ട? കഥ കേട്ടണ്ട? അപ്പോ എവിടെയാണ് പ്രഹ്ലാദൻ നേരിട്ട് ഈ കഥ കേട്ടിട്ടില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്ന് കേട്ട കാര്യമാണ്. അപ്പൊ എന്താ അത് പറയുന്നത്? ചൊട്ടയിലെ ശീലം ചുടല വരെ. ചെറുപ്പത്തില് നമ്മൾ എന്തൊക്കെ നല്ല സൽക്കർമ്മങ്ങളെ, നല്ല നല്ല പ്രവൃത്തികൾ അറിയുന്നു, പഠിക്കുന്നു എങ്കിൽ അവന്റെ യൗവന കാലത്ത് അവൻ അതായിരിക്കും കൂടുതൽ, അതുമായിട്ടായിരിക്കും ബന്ധം ഉണ്ടാവാം. അതാണ് പ്രഹ്ലാദന്റെ കഥയിൽ നമുക്ക് തരുന്നൊരു സന്ദേശം. പ്രഹ്ലാദൻ ഗർഭാവസ്ഥയിൽ, പ്രഹ്ലാദന്റെ അമ്മയുടെ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഭഗവാന്റെ കഥ കേട്ട് ഭക്തിയുണ്ടായി. അവൻ ജനിച്ച അന്ന് മുതൽ ഭഗവാന്റെ നാമങ്ങളും കാര്യങ്ങളൊക്കെ ആയി. അതുകൊണ്ട് ആർക്ക്? ഹിരണ്യകശിപുവിന് സ്വന്തം മകനെ യുദ്ധം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നു. അവിടെയും ധർമ്മം വന്നു. എന്താണ്? മകനെ കൊല്ലുക എന്നുള്ളതൊരു അച്ഛന് പറ്റിയ ധർമ്മമാണോ? അല്ല. അവിടെ ആരവതരിച്ചു? ആരവതരിച്ചേ? നിങ്ങൾ പറ. കഥ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളല്ലേ? അതിനാരവതരിച്ച അവിടെ? ഭഗവാൻ വിഷ്ണു. ഏത് രൂപത്തിൽ? നരസിംഹ രൂപം കൊണ്ട് അവതരിച്ചു ഭഗവാൻ. അവിടെയും ധർമ്മം, അവിടെയും പറയുന്ന കേട്ടോ, രാമായണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധർമ്മം, അതിനെ പരിപാലിക്കുന്നത് ഭഗവാനാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രഹ്ലാദന് കിട്ടിയ പോലെയുള്ള ഒരു കാര്യം നമ്മുടെ ഹിന്ദുക്കളില്, നമ്മള് കുട്ടികള് ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ പണ്ടൊക്കെ നാമം ജപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അടുത്ത് അമ്മമാര്, മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. രാമന്റെ കഥ, ഭാഗവത കൃഷ്ണന്റെ കഥ, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ട് കേട്ട് കുട്ടികൾ വളരുമ്പോൾ ആ ഒരു ചൈതന്യത്തോടും ആ ഒരു നല്ല മനസ്സോടും കൂടിയായിരിക്കും വളരാം. അതാണ് പ്രഹ്ലാദന്റെ കഥ പറയുന്നത്. ഇവിടെ നമ്മുടെ കുട്ടികൾ എന്താ കാണുന്നതും കേൾക്കുന്നതും? അവിടെ നിന്ന് ബോംബ് എറിയണം, ഇവിടെ പൊട്ടണം, അവിടെ യുദ്ധം ചെയ്യണം, ഇതൊക്കെയാണ് മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ കുട്ടികളുടെ ചിന്ത തന്നെ, ചിന്തിക്കണം, ക്രൂരമായിട്ടുള്ള അവസ്ഥയാണ്. ആ ചിന്തകൾ മാത്രമാണ് കുട്ടികൾക്ക് വരുന്നത്. അതുകൊണ്ട് എന്തൊക്കെ പോകുന്നു? മാതൃസ്നേഹം, അമ്മയോട് സ്നേഹമില്ല, അച്ഛനോടും സ്നേഹമില്ല. എല്ലാവരുടെ കാര്യമല്ല പറയണ കേട്ടോ, പൊതുവേ പറയുന്നതാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്? ഇതൊക്കെ എവിടെ നിന്ന് ആരംഭിച്ചു എന്നാരും ചിന്തിക്കുന്നില്ല. സംഭവിച്ചതിന് ശേഷം പരിഹരിക്കുക എന്നുള്ള വിഷയമാണ് എല്ലാവരും ചിന്തിക്കുന്നത്. എനിക്ക് സമൂഹത്തോട് പറയുന്ന ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം, കുട്ടികളുടെ ബാല്യകാലം അത് നല്ലത് പറഞ്ഞു പഠിക്കണം, നാമം ജപിപ്പിക്കണം, അല്ലെ?
അത് ജപിച്ച് വളർന്ന കുട്ടികൾക്ക് മനക്കട്ടി ഉണ്ടാവും, മനസ്സിന് ധൈര്യം ഉണ്ടാവും. ഇന്നൊരു 18-19 വയസ്സായ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വിഷയം അമ്മ തല്ലി അച്ഛൻ തല്ലി എന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് കെട്ടിത്തൂങ്ങാം, ആത്മഹത്യ ചെയ്യാം. ഉള്ള കാര്യമാണ് അല്ലേ? പത്രത്തിലൊക്കെ നോക്കി അതൊക്കെ പറയാനുള്ളൂ. കുട്ടികൾ വെള്ളത്തിൽ ചാടി ആത്മഹത്യ. എന്തിന്? മനസ്സിന് കട്ടിയില്ല, മനസ്സിന് ഒട്ടും തന്നെ കട്ടിയില്ല. എന്തുകൊണ്ടാണ്? ഈശ്വരാരാധന ഇല്ല, ആത്മീയ തലം വളർന്നിട്ടില്ല കുട്ടികളുടെ. ആത്മീയ തലം അത് ഈശ്വരാരാധനയോ അല്ലെങ്കിൽ ഈശ്വര കഥകൾ കേൾക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്കാണ് ഈ പറയുന്ന അതിലൂടെ സംഭവിക്കുന്നത്. മനസ്സിന് ധൈര്യവും ഊർജവും വിവേകശക്തി, വിവേക ബുദ്ധി, ഇതൊക്കെയാണ് ഇതിലൂടെ ഉണ്ടാവുന്നത്. പിറന്നാള് വരുമ്പോൾ മാത്രമാണ് നമ്മുടെ കുട്ടികൾ അമ്പലത്തിൽ വരാം അല്ലെ? അന്നാണ് നമ്മള് അമ്മമാരും അവരുടെ കൂടെ വരിക. പൊതുവെ നടക്കുന്ന ഒരു കാര്യമാണത്. നമ്മുടെ ഹിന്ദുക്കളിൽ മാത്രമാണ് ഈ ഒരു അവസ്ഥ. ഇതിനൊക്കെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം? നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. കുറെ പുരാണങ്ങളോ ചരിത്രങ്ങളോ കേട്ടാൽ മാത്രം പോരാ, പ്രവൃത്തി വേണം അല്ലെ? ഇന്ന് നമ്മളൊക്കെ ഒരു പരമ്പരയുടെ കീഴിലാണ്. ഏതായിരുന്നു ആ പരമ്പര? ശ്രീനാരായണ ഗുരു അല്ലെ? ഗുരുദേവന്റെ പരമ്പരയിൽപ്പെട്ട ആളുകളാണ് നമ്മളൊക്കെ. അന്ന് ഗുരുദേവൻ ചെയ്ത പുണ്യപ്രവൃത്തിയും ഗുരുദേവന്റെ കാരുണ്യത്താലും ഇന്ന് നമ്മൾക്ക് ഒരു ക്ഷേത്രത്തിൽ ദർശനം തന്നെ ചെയ്യാൻ സാധിച്ചു. ഇന്നിങ്ങനെ ഒരു പന്താവ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാ? ആ ഗുരുദേവന്റെ അല്ലെ? ആ ഗുരുദേവന്റെ പ്രയത്നമായിരുന്നു. അന്ന് കാലങ്ങളില് ക്ഷേത്രത്തിലേക്ക് ആളുകൾ കടക്കാൻ പാടില്ല, ശുദ്ധി, ഭ്രഷ്ടത എന്തൊക്കെയായിരുന്നു. ഇതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വന്ന ഗുരുദേവന്റെ പരമ്പരകളാണ് നമ്മൾ. അവിടെ ഗുരുദേവൻ വസിച്ച കാലത്ത് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഗുരുദേവൻ പ്രയത്നിച്ചു. നമ്മൾ വീട്ടിൽ മക്കൾക്ക് വേണ്ടി ഇതേമാതിരി എന്തെങ്കിലും അല്ലെങ്കിൽ നല്ല അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഈ പരമ്പരയിൽ ഇരുന്നു കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണത്. ആ ഒരു വിഷയത്തെ നമ്മൾ ചിന്തിച്ച് വേണ്ട വിധത്തിൽ എന്തെങ്കിലും നമ്മൾ ഇപ്പോൾ ചെയ്താൽ വരുന്ന തലമുറയ്ക്ക് സുഖജീവിതം ഉണ്ടാവും, പൂർണ്ണത ഉണ്ടാവും അല്ലേ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാവരും വെട്ടും കുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. യാഥാർത്ഥ്യമാണ് ഇതൊക്കെ. ഈ ഗുരുദേവന്റെ പരമ്പരയിൽ ഉള്ള നമ്മൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് ഇതേപോലെ എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അതാണല്ലോ ഗുരുധർമ്മം. നമ്മുടെ കുട്ടികൾ ഗുരുദേവന്റെ എത്ര കൃതികൾ അറിയാം, അല്ലെങ്കിൽ ആ കഥകൾ എന്തെല്ലാം അറിയാം. ഇതൊക്കെ പോട്ടെ, ഇന്ന് ഈ സദസ്സില് എത്ര കുട്ടികളുണ്ട് നോക്കിയേ നിങ്ങള്. നമ്മളെല്ലാരും കുട്ടികളാവാനവനിത്, അതൊക്കെ സത്യം തന്നെ. എങ്കിലും വരുന്ന തലമുറ ഈ പ്രഭാഷണം അല്ലെങ്കിൽ ഈ സദസ്സ് എന്ന് പറയുന്നത് അറിവ് പകരാനുള്ള അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സദസ്സിനെ കൊണ്ടൊരു ഉദ്ദേശശുദ്ധി. നമ്മൾ പ്രായമായവരെല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മൾ ഇവിടെ ഇരിക്കാൻ കാരണം എന്തുകൊണ്ടാ? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കുട്ടിക്കാലം ഒന്ന് ഓർത്തു നോക്കൂ അല്ലെ? അമ്മയുടെ കൂടെ ഒരു ആഴ്ചയിൽ ഒരു 5 ദിവസം നമ്മൾ അമ്പലത്തിലുണ്ടാവും. ഒന്ന് പോയി തൊഴുതു വരും. സന്ധ്യക്ക് വിളക്ക് വെച്ച് നാമം ജപിക്കും അല്ലെ? കുളിച്ച് കാല് കഴുകി ഏതെങ്കിലും കുട്ടികൾ ചെയ്യുന്നുണ്ടോ ഈ പരിപാടി? ഒരു വീടൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇപ്പൊ ട്രൈബ്രാഡ് ഓൺ ചെയ്ത് വയ്ക്കും. ഓം ഭൂർഭുവസ്വഹ തൽസവിതുർ വരേണ. കിട്ടി, അത് മതി, മനസ്സിൽ ജപിച്ചു, കഴിഞ്ഞു. ഇതാണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെല്ലാം ആരാധിച്ച് നമ്മൾ വളർന്നു വന്ന രീതി ഇപ്പത്തെ രീതിയുമായി വളരെ വ്യത്യാസമുണ്ട്. ഓണം വന്നാലും വിഷു വന്നാലും അല്ലെ, നമ്മളെല്ലാവരും ഒത്തുചേർന്ന് പായസമൊക്കെ ഉണ്ടാക്കി സദ്യയൊക്കെ കഴിച്ച് അതുപോലെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി മുത്തശ്ശി അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കഥകളൊക്കെ കേട്ട്, പുരാണ കഥകള്. പിന്നെ അത് മാത്രല്ല, പണ്ട് നമ്മള് രാമായണത്തിന്റെ തന്നെ കഥ സീരിയലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അല്ലെ? ഭാഗവതത്തിന്റെ, വിഷ്ണു ഭഗവാന്റെ കഥ, വിഷ്ണു പുരാണം,
അങ്ങനെ അനേക ആത്മീയ വിഷയങ്ങളെ ബന്ധപ്പെടുത്തുന്ന ഒരുപാട് കാര്യം നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ വന്നാൽ നമ്മൾ പൂവ് പൊട്ടിച്ചു കൊണ്ടു കൊടുക്കും, അല്ലേ? ചന്ദനം തൊടും, പ്രസാദമൊക്കെ തൊട്ട് കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഭഗവാന്റെ നാമൊക്കെ ജപിച്ച്, അതേപോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനം, ശ്രീകൃഷ്ണ ജയന്തി, വിശേഷ ദിവസങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ അന്നൊരു എന്താ പറയുക, ആത്മാർത്ഥതയോടുകൂടി വേറെ ഒന്നും നമ്മൾ മനസ്സിൽ വിചാരിക്കാണ്ട് ആ കാലഘട്ടത്തിൽ നമ്മളെല്ലാം ആ ആത്മീയ വിഷയത്തെ ബന്ധപ്പെടുത്തി വളർന്നത് കൊണ്ട് നമ്മളെല്ലാം ഇന്ന് ഇതിൻ്റെ പുറകിലുണ്ട്. പക്ഷെ ഇവിടെ ആരില്ല, നമ്മുടെ വീട്ടിലെ കുട്ടികളെ നമ്മളത് കൊണ്ടുവരുന്നില്ല. നമ്മുടെ അച്ഛനമ്മമാർ ഇതെല്ലാം ആ കാലത്ത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, സന്ധ്യക്ക് നാമം ജപിച്ചിട്ട് ഞാൻ ചെയ്തേക്കും. ട്യൂഷനൊന്നും ഇല്ല എന്നധികം, എന്നാലും നാമം ജപിക്കണം. 6 മണിയാകുമ്പോൾ വിളക്ക് വെച്ച് നാമം ജപിക്കണം. ഇപ്പൊ ഞാൻ തന്നെ ഈ ഒരു അവസ്ഥയിൽ വന്നത് തന്നെ, എൻ്റെ വീടിനടുത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ 4ാം ക്ലാസ് ഓർമ്മയുള്ള കാലത്ത് പോയി അവിടെ ചെന്ന് ഭഗവതിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് പൂ പൊട്ടിച്ചു കൊടുക്കും. അന്ന് അടിച്ചുതെളിയില്ല ക്ഷേത്രങ്ങളിൽ, പാത്രം കഴുകി കൊടുക്കണം. ദേവിയുടെ ഉരുളി, അന്ന് ഗ്യാസും ഇല്ല, അടുപ്പാണേ, പാത്രമൊക്കെ നിറച്ച് കരിയായിരിക്കും. അപ്പൊ ഇതൊക്കെ കഴുകി കൊടുത്ത് പൂവൊക്കെ പൊട്ടിച്ചു കൊടുത്ത് ദേവിയുടെ കാര്യങ്ങൾ, ചുറ്റുവിളക്ക്, എണ്ണ ഒഴിച്ച് തിരി കത്തിച്ച്, അമ്പലമായിട്ട് 7 ദിവസത്തിൽ ഒരു 5 ദിവസം ഇങ്ങനെ അമ്പലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇരിക്കുക. അങ്ങനെ നടന്നതെന്നാണ് നമ്മളൊക്കെ ഈ മേഖലയിലേക്ക് വന്നത്. എന്ന് പറയുന്നത് പോലെ ആ കുട്ടിക്കാലത്ത് നമുക്കൊക്കെ ഉണ്ടായ കാലമല്ല ഇന്നത്. ഇന്ന് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും നമ്മുടെ മക്കളാരും ഇതിന്റെ കൂടെ ഫോളോ അപ്പിങ് ഇല്ല. അപ്പൊ ചിന്തിക്കും, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളൊക്കെ എത്ര പ്രാവശ്യം ആഴ്ചയിൽ അമ്പലത്തിൽ വരുന്നുണ്ട്? വേണ്ട, മാസം എടുക്ക്, ആഴ്ചക്ക് കളയാം. ഒരു ദിവസം പിറന്നാളിന് എന്തായാലും വരും എല്ലാവരും. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി വരും. ഇതല്ലാതെ എത്ര കുട്ടികൾ വരുന്നുണ്ട്? ഇതൊക്കെ ചിന്തിക്കണം. നമ്മള് അമ്മ അച്ഛൻ എന്ന് പറയുമ്പോൾ അവരെ നമ്മള് ചെറുപ്പത്തിലേ ഇതെല്ലാം പഠിപ്പിച്ചില്ലെങ്കിൽ ഇന്ന് കാണുന്ന ആത്മഹത്യകളും ഇന്ന് വൃദ്ധസദനങ്ങളൊക്കെ വളരെ കൂടുതലാണ്, അല്ലേ? അപ്പുറത്തും ഇപ്പുറത്തോ കയ്യിലൊക്കെ വൃദ്ധസദന. എന്താണ് ഇതിനൊക്കെ കാരണം? നമ്മളോട് മക്കൾക്ക് സ്നേഹമില്ല. എന്തുകൊണ്ട് സ്നേഹമില്ല? നമ്മളവരെ കൂടെ നിർത്തുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന അവരുടെ നമുക്ക് കിട്ടാത്ത, ചെറുപ്പകാലത്ത് കിട്ടാത്ത കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അവരെ സന്തോഷത്തിലേക്ക് ആകെ മൊബൈൽ മേടിച്ചു കൊടുക്കുന്നു, സൈക്കിൾ മേടിച്ചു കൊടുക്കുന്നു, ബൈക്ക് മേടിച്ചു കൊടുക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ ആത്മീയമായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഭൗതികമായി നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, ആത്മീയമായിട്ട് നമ്മൾ ആരും അവർക്കൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല. കൈമണ്ണാവുന്ന കുടുംബങ്ങളുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും സന്ധ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. സന്ധ്യക്ക് വിളക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ല. വിളക്ക് വെക്കുന്ന ശീലമുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പൊ പൂജാ റൂമിലേക്ക് മാറ്റി. പണ്ടൊക്കെ നടവാതിര, അത് പിന്നെ അത് കാണും വേണ്ട, തൊഴും വേണ്ടല്ലോ. മറ്റേത് നടകടെ കയറുമോ, വിളക്ക് എടുക്കണ്ടല്ലോ, ഒന്ന് തൊഴുത്തിട്ടെങ്കിലും പോകും. പൂജാ റൂമിലേക്ക് കയറ്റിയപ്പോ അതും ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെ വരുമ്പോ എന്തൊക്കെയാ സംഭവിക്കുന്ന സമൂഹത്ത്? ഈ മൃത്യുദോഷങ്ങളും മരണങ്ങളും അപവാദങ്ങളും തല്ലും വഴക്കും ഇതൊക്കെയാണ് സംഭവിക്കുന്ന, കുട്ടികൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ കണ്ണിലൂടെ കാണുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ, ഈ വിഷയങ്ങളെല്ലാം നമ്മൾക്ക് ഇപ്പോൾ തന്നെ നമ്മൾ ശ്രമിച്ചാൽ അടുത്തൊരു തലമുറയ്ക്ക് ഇതേ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും ഈ പാഠ്യപദ്ധതി, അതായത് ഈ പുരാണങ്ങളോ അല്ലെങ്കിൽ ഗീതാ ക്ലാസ്സോ ഒന്നുമില്ല. നമ്മുടെ ഗ്രന്ഥങ്ങൾ പോലും അറിയില്ല ആർക്കും, നമ്മുടെ കുട്ടികൾക്ക്. ഇത്രയും വലിയ ക്ഷേത്രമുണ്ട്, ഇത്രയും വലിയ പണം മുടക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യാം? അതാണ് അടുത്ത തലമുറ എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കണത്, നമ്മൾ ആരാണ്? ഗുരുദേവന്റെ പരമ്പരയാണ്. ആ ഗുരുദേവൻ പറഞ്ഞ അറിവ് മറ്റുള്ള വരുന്ന തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കാൻ ഒരു സംരംഭം നമ്മൾ ചെയ്യണം. എന്താണെങ്കിലും എല്ലാവരും കൂടി ആലോചിക്കുന്നതൊക്കെ. ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. നമുക്ക് അമ്പലത്തെ ബേസ് ചെയ്ത് 19 യൂണിറ്റ് ഉണ്ട്. നമ്മുടെ മക്കൾ ആരെങ്കിലും ഈ ആത്മീയ വിഷയത്തെ എങ്ങനെയാണ് അറിയുന്നത്? നമുക്ക് അവർക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ പറ്റുക? നമ്മൾ രാമന്റെയും
ശ്രീകൃഷ്ണന്റെയും അർജുനന്റെയും കഥകളൊക്കെ നമ്മൾ കേട്ട് വളർന്ന കാരണം നമ്മൾ ഈ ആത്മീയതയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ചെല്ലുന്നില്ല. പക്ഷെ നമ്മുടെ മക്കള് ഇതൊന്നും അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്ന വിഷയങ്ങളാണ്. അതിനെന്താ ചെയ്യാൻ പറ്റാം? നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇതൊക്കെ കേട്ട് അങ്ങോട്ട് പോയാൽ പോരാ. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ആത്മീയ വിഷയങ്ങൾ എങ്ങനെ കൊടുക്കാം അവർക്ക്? അർജുനന്റെയും ശ്രീകൃഷ്ണന്റെയും കഥകൾ അല്ലെ? അർജുനന്റെ മുന്നിൽ ആര് വന്നു? ശ്രീകൃഷ്ണൻ വന്നതുകൊണ്ട് എന്തായി? അർജുനന് ആ ധൈര്യവും കിട്ടി, ഒരു ശക്തി കിട്ടിയ യുദ്ധത്തില് അർജുനന് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലോ? അതേപോലെ നമ്മളും ശ്രീകൃഷ്ണന്മാരാവണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി ആ മനസ്സിനും ശരീരത്തിനൊക്കെ ധൈര്യം പകരുന്ന നമ്മുടെ ആത്മീയ വിഷയങ്ങളെ നമ്മൾ പറഞ്ഞു കൊടുത്തേ പറ്റൂ. ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവരും കൂടി കൂടെ കൊണ്ടുവരാം. ആ സീരിയലും മൊബൈലും കുറച്ചു നേരം ഓഫ് ചെയ്ത് വെച്ച് അവറ്റിങ്ങനെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന. തല്ലേണ്ട പ്രായത്തിൽ കുട്ടികളെ തല്ലണം. പറയേണ്ട പ്രായത്തിൽ തല്ലാൻ പോയി അവർ തിരിച്ചു തല്ലും. അതാണ് ഇപ്പൊ നമുക്ക് സംഭവിക്കുന്നത്. ചെറുപ്പത്തിലേ ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അവസാനം ഇവരുടെ സ്വഭാവങ്ങളൊക്കെ മാറി 18 വയസ്സാകുമ്പോൾ നമ്മൾ തല്ലാൻ ചെന്നാൽ അവർ നമ്മളെ വിളിച്ച് തല്ലും. അതൊക്കെയാണ് നടക്കുന്നത്. ചെറുപ്പത്തിലേ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിലേക്കും, പിറന്നാളല്ല, ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ അവരെയൊക്കെ ക്ഷേത്രത്തെ കൊണ്ടുവന്ന് ദേവനെയൊക്കെ തൊഴിച്ച് തമസാകുന്ന ചൈതന്യത്തെ അവരിൽ നിന്ന് മാറ്റി സ്വാത്വികമായിട്ടുള്ള ചൈതന്യത്തെ അവരിലേക്ക് പകരാം. എന്താ സ്വാത്വികത? മാതൃരൂപം അല്ലെ? സ്വാത്വിക ചൈതന്യം മനുഷ്യരിൽ വന്നു കഴിഞ്ഞാൽ അവര് നമ്മൾ തല്ലിയാലും തിരിച്ചു തരില്ല. അതാണ് സ്വാത്വികത. മാതൃരൂപത്തെയാണ് സ്വാത്വികതയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും തമസ, അങ്ങോട്ട് തൊട്ട് ഇങ്ങോട്ട് കിട്ടും. ഒന്നും പറയാനും പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചെന്തെങ്കിലും പറയും. ഈ തമസ് എന്ന് പറയുന്ന ആ ഒരു ചൈതന്യത്തെ ശരീരത്തിൽ നിന്നും നിവാരിക്കാനാണ് ക്ഷേത്ര ദർശനം, തീർത്ഥം, പ്രസാദം ഇതൊക്കെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ 6 ആധാരങ്ങളിലൂടെ കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു മോക്ഷക്രിയ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിലൂടെ ഈ ചൈതന്യം കടന്ന് നമുക്ക് ആ തമസാകുന്ന ചൈതന്യമൊക്കെ മാറി സ്വാത്വികമായിട്ടുള്ള ദൈവിക ചൈതന്യം വരുമ്പോൾ അവരിലൊക്കെ എന്തുണ്ടാവും? സംസാരത്തിലും പ്രവൃത്തിയിലും ആ ദൈവികതയുണ്ടാവും. അതിനെങ്കിലും നമ്മൾ ശ്രമിക്കുക. അതാണ് ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രത്തിലെ ആചാര്യ തപസാന്മയ ജപേന നിയമേനജ ഉത്സവ അന്നദാനേതി ക്ഷേത്ര ഉദ്യസ്തു പഞ്ചത. 5 കാര്യങ്ങളെ കൊണ്ട് ക്ഷേത്ര ചൈതന്യത്തെ വളർത്തി ക്ഷേത്രത്തിലേക്ക് ഭക്തര് ഒരു സാധനാവശമാണത്. നമുക്ക് സ്വന്തമായി ദേവനെ ആരാധിക്കുക ഒരു ഏകാഗ്രത കലിയുഗത്തിൽ അത് നടക്കാത്തത് കൊണ്ട് സാധിക്കില്ല എന്ന് പറയാം. നമുക്ക് എല്ലാ സാധാരണക്കാർക്കും അത് സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ഋഷീശ്വരന്മാര് അതിനെ ചിന്തിച്ച് അവിടെയും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി അവര് ക്ഷേത്രം എന്നൊരു വിഷയം നിർമ്മിക്കുകയും അവിടെ ദേവനെ പ്രതിഷ്ഠിക്കുകയും ദേവചൈതന്യം പ്രകൃതിയായ ചൈതന്യത്തെ ഒരു ബിംബത്തിലേക്ക് ആവാഹിച്ച് സാന്നിധ്യപ്പെടുത്തി ആ ചൈതന്യം ഭക്തരിലേക്ക് എങ്ങനെയെല്ലാം ചൊരിയാം എന്ന് ചിന്തിച്ചപ്പോൾ അതിനു വേണ്ട പൂജാക്രിയകളും ദർശനങ്ങളൊക്കെ തത്വങ്ങളൊക്കെ അവര് എഴുതി വെച്ചു. നമ്മളതെല്ലാം പാലിച്ചു പോകുന്നു. അപ്പൊ ക്ഷേത്രത്തിൽ വന്നെന്താ? നമ്മുടെ തമസാകുന്ന നമ്മുടെ മനസ്സിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും അതിനൊക്കെയാണ് തമസ് എന്ന് പറയുന്നത്. ഭഗവാനെ കണ്ട് തൊഴുമ്പോൾ മനസ്സൊക്കെ നിർമ്മലമായി ആ നിർമാല്യങ്ങളൊക്കെ മാറി ശുദ്ധി വരുന്നു. ഇത് തന്നെയാണ് സാധന എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയം മന്ത്രം ജപിച്ചാൽ ഉണ്ടാകുന്ന ആ ഒരു പ്രക്രിയ തന്നെയാണ് ക്ഷേത്രത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്വാത്വിക ചൈതന്യം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അവർ ക്ഷേത്രത്തിൽ വരണം. മാസത്തിൽ ഒരു ആഴ്ചയിലെങ്കിൽ 2 പ്രാവശ്യം തൊഴുത് പോവാനുള്ളൊരു കാര്യവും നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തേ പറ്റൂ. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതെങ്കിലും ഉന്തി തള്ളി വിടാം. അങ്ങനെയെങ്കിലും ദൈവികത അവരിൽ ഉണ്ടാവട്ടെ. ദൈവികമായ ചൈതന്യം ഉണ്ടാകുമ്പോൾ ദൈവികമായ സംസാരവും പ്രവൃത്തികളും ഉണ്ടാവും. അല്ലെങ്കിൽ തമസാകുന്ന അസുരന്റെ ചിന്തകളായിരിക്കും. ഇന്ന് എവിടേക്കാ തല്ലുണ്ടാക്കാൻ പറ്റാം?
എന്തൊക്കെയാണ് പേടിക്കാൻ പറ്റുക? ഇങ്ങനെയുള്ള തമസിന്റെ ചിന്തകളായിരിക്കും കുട്ടികളിൽ. അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അങ്ങനെ ക്ഷേത്ര ദർശനെങ്കിലും നമ്മൾ നിത്യവും അല്ലെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കുക. ആദ്യം കുഞ്ഞുകുട്ട തമ്പുരാന്റെ ഒരു കവിതയുണ്ട്. എന്താ? പുലരും മുമ്പേ ഉണരണം, ഉണർന്നാൽ എഴുന്നേൽക്കണം, ഇരുന്നു കണ്ണടച്ചു ഉള്ളിൽ പരദൈവത്തെ ഓർക്കണം. ഇതാരെയും ചെയ്യാറുണ്ടാ? നമ്മൾ ചെയ്യാറുണ്ട്. ദൈവമേ, എനിക്കുമ്പോ തൊട്ടെന്ന് അറിയില്ല. കുട്ടികൾ ആരെയും ചെയ്യാറുണ്ടാ? ഒരു മുമ്പേ ഉണരണം എന്ന് പറയും. വിദ്യാർത്ഥി ലക്ഷണമാണ് പറയുന്നത്. കുട്ടികളുടെ ഒരു ചരിത്രം പറയാം. ആരെങ്കിലും പുലരും മുമ്പ് ഉണരുന്നുണ്ടോ? പോട്ടെ, ഒരു 7 മണിക്കെങ്കിലും അറ്റ്ലീസ്റ്റ് നേരത്തെ പോകണം എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ സ്കൂളിൽ പോകണതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കുന്നു. പുലരും മുമ്പ് ഉണർന്നാൽ ഇരുന്ന് കണ്ണടച്ചുള്ളിൽ പരദൈവത്തെ ഓർക്കണം, ഈ ഇഷ്ടദേവതയെ ആരാധിക്കണം. ആ കിടന്നവഴിൽ തന്നെ ഇരുന്ന് നമ്മൾ നമ്മുടെ ധർമ്മദേവതയോ ഇഷ്ടദേവതയോ ഗ്രാമദേവതയോ സ്മരിച്ചു വേണം വലത്തെ കാല് താഴെ വെച്ച് ഭൂമിയിൽ സ്പർശിക്കാൻ എന്ന് പറയാം. നമ്മുടെ കുട്ടികൾ ആരും തന്നെ അത് ചെയ്യുന്നില്ല. എഴുന്നേറ്റ് അങ്ങോട്ട് ചാടി എനിക്ക് ഓടി അങ്ങോട്ട് വരും. വലത്തോ ഇടത്തോ പോലും അറിയുന്നില്ല. ഇപ്പൊ വലത്തോട്ടൊക്കെ തിരിഞ്ഞ് എഴുന്നേൽക്കാൻ നമുക്ക് കാരണന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വലത്തൊന്നുമില്ല, ദിശ പോലും നോക്കിയല്ല കിടക്കുന്നത്. ഇതെല്ലാം നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന വേണം. അവരൊക്കെ ചീത്ത പറയേണ്ടി വന്ന ചീത്ത പറയണം. ചെറുപ്പത്തിലേ ഇതൊക്കെ ചെയ്യണം. അപ്പൊ പുലരും മുമ്പേ ഉണർന്ന് എഴുന്നേറ്റ് പരദൈവത്തെ ഓർക്കണം, അച്ഛനെ കാണണം, മുമ്പിൽ അമ്മയെ തൊഴുതിടണം. അച്ഛനെ കാണും വേണം, അമ്മയെ തൊഴും വേണം. അമ്മയെ തൊഴാനൊന്നും ആരും വരാറില്ല അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള സംസ്കാരങ്ങള് നമ്മുടെ കുട്ടികൾക്കില്ല. അച്ഛനെയും അമ്മയും കാണുന്ന ദൈവമാണെന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞു. അച്ഛനെയും അമ്മയും ദൈവത്തിന് കാണുന്ന ദൈവം, പ്രത്യക്ഷത്തിൽ കാണുന്ന ദൈവമായിട്ട് ആരെയാ? അച്ഛനും അമ്മേനും കാണണം എന്നാ, ഈശ്വരനല്ല. പ്രത്യക്ഷത്തിൽ അച്ഛനും അമ്മ. അപ്പൊ അത്രയ്ക്കും നമുക്ക് അച്ഛനോടും അമ്മയോടും കടപ്പാടുണ്ട്. അത്രയ്ക്കും നമ്മൾ അമ്മയും അച്ഛനെയും സ്നേഹിക്കണം, അവര് പറയുന്നത് അനുസരിക്കണം. ഇതെല്ലാം ഈ സംസ്കാരങ്ങളെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താലേ അവര് ആ രീതിയിൽ വളരുള്ളൂ. സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണോ ആവർത്തിച്ച് ചെയ്യുന്നത് അതിനെയാണ് സംസ്കാരം എന്ന് പറയാ. ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ പോകുന്നു, അതൊരു സംസ്കാരം. തൊഴുന്നു, അതൊരു സംസ്കാരം. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന നിത്യകൃത്യങ്ങൾ, ഇതൊക്കെ ഓരോ സംസ്കാരങ്ങളാണ്. ഇപ്പൊ പറയില്ല അവന്റെ സംസ്കാരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് അവന്റെ സംസ്കാരം എന്ന് പറയും. അവൻ പഠിച്ചു വന്നത് അങ്ങനെയാണെന്ന് പറയാം. ഇപ്പൊ നന്മയുള്ള ഈ കാര്യങ്ങളെല്ലാം നമ്മളെ കുട്ടികളെല്ലാം പഠിപ്പിച്ച് നമ്മളെയൊക്കെ ബഹുമാനത്തോടെ അമ്മയച്ഛൻ തൊഴിപ്പിച്ച് ചെറുപ്പത്തിലേ ഇതൊക്കെ ചെയ്ത് പഠിപ്പിക്കണം. അപ്പൊ അതങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കും. ഈ പറഞ്ഞ സംസ്കാരം അവരിൽ വളരും. അപ്പൊ നമ്മളോട് എന്തുണ്ടാവും? ഒരു സ്നേഹം ഉണ്ടാവും, വാത്സല്യം ഉണ്ടാവും. ഇതൊന്നും നമ്മളിപ്പോ പറയാറില്ല. പറയുന്ന ആളുകൾ ഉണ്ടാവാം, എങ്കിലും അതുകൊണ്ടൊക്കെയാണ് ഈ ഇന്നത്തെ ജനറേഷൻ ഇങ്ങനെ വളരെ മോശമായി തിരിയാൻ കാരണവും. അപ്പൊ അതൊക്കെ എവിടുന്ന് കിട്ടുന്നു? ഇങ്ങനെയല്ല എങ്ങനെ നമ്മുടെ ജനറേഷനെ മാറ്റിയെടുക്കാം? ജനറേഷൻ പോട്ടെ, നമ്മുടെ കുട്ടികളെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം? ഇനി വരുന്ന കുട്ടികളെ ഇങ്ങനെയുള്ള സത്സംഗങ്ങള്, ക്ഷേത്ര ദർശനം, പുരാണങ്ങള്, കഥകള്, ഇതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എങ്കിലേ അവർക്കൊരു മനസ്സിന് ധൈര്യവും ഭാവിയില് സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവും ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലെങ്കിൽ അവർ കണ്ടു വളരുന്ന സംസ്കാരമായിരിക്കും അവരിൽ. അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോ നമ്മള് ഈ സത്സംഗത്തിൽ കുട്ടികളെ നിർബന്ധമായിട്ടും കൊണ്ടുവരണം. അവരൊന്ന് കേട്ടാൽ മതി, ഉറങ്ങിയാലും കുഴപ്പമില്ല. അവരുടെ മനസ്സിലതൊക്കെ ചിന്തിക്കും. അതല്ലേ പ്രഹ്ലാദൻ ആ 6-ാം മണ്ഡലത്തിൽ കുട്ടിക്ക് ബോധം ഉണരുമ്പോൾ ആ കൊച്ചതിരുന്ന് കേട്ടിട്ടുള്ളൂ. കുട്ടിയാണ് എന്നാലോചിക്കണം. അമ്മ ഇരുന്ന് ഉറങ്ങായിരുന്നു നാരദ മഹർഷി കഥ പറയുമ്പോഴേ. അപ്പൊ ഇതൊക്കെ കേട്ടാലും മതി, അവർക്ക് പുണ്യം ഉണ്ടാവുന്ന പറയാം, ദൈവികത വരുന്ന പറയാം. അപ്പൊ ഇതിനെല്ലാം ആര് ശ്രമിക്കണം? ഈ നമ്മൾ തന്നെ ശ്രമിക്കണം. നമ്മുടെ കുഞ്ഞുകുട്ടികൾ, പേരക്കുട്ടികളാണെങ്കിലും കുട്ടികളെ ആണെങ്കിലും അവരൊക്കെ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് എത്തിക്കുകയും അവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യണം നമ്മൾ.
എങ്കിലാണ് അടുത്തൊരു തലമുറ നല്ല രീതിയിൽ വളരുള്ളൂ. നമ്മുടെ കുട്ടികളൊക്കെ ഈ പ്രശ്നങ്ങൾക്ക് വരും. ശൂർപ്പണഖ ആകണോ അതോ രാവണനാവണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. രാമനാവണോ സീതയാവണോ നമ്മൾ ചിന്തിക്കണം. അവരുടെയൊക്കെ രാമായണ ചരിത്രത്തിൽ പറയുന്ന കഥകളിൽ എന്തെല്ലാം ധർമ്മത്തെയാണ് അവര് നമുക്ക് സന്ദേശമായി തരുന്നത്, അതൊക്കെ നമ്മളെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം. എങ്കിലേ അവരൊക്കെ അടുത്തൊരു നല്ലൊരു തലമുറ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മളതിന് അവകാശപ്പെട്ടവരാണ്, അല്ലേ? ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പരമ്പരയിലുള്ളവരാണ്. അപ്പൊ നാളത്തേക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ട് കുട്ടികളെ നാളെ മുതൽ വരുമ്പോൾ എല്ലാവരും കൊണ്ടുവരണം. കുറച്ച് സമയം ആത്മീയതയ്ക്ക് വേണ്ടി നമുക്കിതേ ക്ഷേത്രത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നു, ഇങ്ങനെയുള്ള സത്സംഗത്തിനുള്ള അവസരങ്ങൾ ചെയ്തു തരുന്നു. അന്തരം കഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ ചെയ്യുന്നത് അത് ആർക്ക് വേണ്ടിയാ? നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി. അപ്പൊ അതിനെന്ത് ചെയ്യണം? കുട്ടികളെയും കൂടി ഇതിലേക്ക് പങ്കെടുപ്പിക്കണം. ക്ഷേത്ര ദർശനത്തിൽ നമ്മൾ ഇറങ്ങുമ്പോൾ കുട്ടികളെയും കൊണ്ടുവരണം. അവരുടെ മനസ്സിലും ശരീരത്തിലൊക്കെ ആ ദേവചൈതന്യത്തെ പകരാനായിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇതൊക്കെയാണ് നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ സംസ്കൃതി എന്ന് പഠിപ്പിച്ച് വളർത്തിയാൽ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് നന്മയുണ്ടാവും. ഇങ്ങനെയുള്ള സമൂഹ വിഷയങ്ങളെ സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനും വേണ്ടിയാണ് രാമായണ കഥകൾ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? രാമായണം വായിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്താ? ഇങ്ങനെയുള്ള സന്ദേശങ്ങളും കഥകളിലും നമ്മുടെ കുട്ടികൾക്ക്, തലമുറയ്ക്ക് വേണ്ടി നമ്മൾക്കും ഇത്തിരി മോശമായത് കുട്ടികളുടെ അവസ്ഥയായതുകൊണ്ടാണ് നമ്മളത് എടുത്തു പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മള് കുട്ടികളെ കൊണ്ടുവരണം. അതേപോലെ തന്നെ ഗീത നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്, ഗ്രന്ഥമാണ് ഗീത. ഗീതയുടെ അർത്ഥങ്ങൾ അറിഞ്ഞില്ലെങ്കിലും അതൊന്ന് വായിക്കുക എന്നുള്ള ഒരു കാര്യം ചെയ്താലും മതി, അത് പഠിപ്പിച്ചാലും മതി. എന്താണ് ഗീത? ആ ഗീതയിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം, ബുദ്ധി, വിവേകശക്തി അത് മഹത്തരമാണ്. ചിന്തിക്കാൻ പറ്റില്ല നമുക്കതൊന്നും. എത്രയേ ആഴത്തിൽ ഇറങ്ങി ചെന്നാലും ഓരോ വരികൾക്കും ഒരുപാട് അർത്ഥങ്ങളാണ്. ഒരു വാക്കിന് ഒരു അർത്ഥമല്ല, ഒരുപാട് അർത്ഥങ്ങളാണ് ഗീതയില്. അത്രയും മഹത്തരമായിട്ടൊരു ഗ്രന്ഥം കൂടിയാണ് ഗീത. ആ ഗീത പാരായണം ചെയ്യിപ്പിക്കുക. ഇനി ലളിതാ സഹസ്രനാമം, ഏതെങ്കിലും വിഷ്ണു സഹസ്രനാമം, ഇതൊന്നും വേണ്ട. നമ്മുടെ സുബ്രഹ്മണ്യന്റെ ഒരു സഹസ്രനാമമായിരുന്നു. ഇനി അഷ്ടോത്തരയും ജപിപ്പിക്കാൻ പഠിപ്പിക്കാം. പിന്നെന്താ, സ്കന്ദപുരാണം ഉണ്ട്, അതിലെ കഥകളുണ്ട്, മുരുകന്റെ കഥകളുണ്ട്. ഇങ്ങനെയുള്ള പുരാണങ്ങളെ എന്തെങ്കിലും ഒന്ന് കുട്ടികളെ പരിചയപ്പെടുത്താം. നമുക്ക് സാധിക്കുമെങ്കിൽ അതിനൊരു അവസരം ഉണ്ടാക്കി വെക്കുക. ഐക്യമത്യം മഹാബല, സമൂഹം ചേർന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ മക്കൾക്കും നല്ലതാണ്, അല്ലേ? നമ്മൾ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അടുത്ത തലമുറ നമ്മളെ കൈവിട്ടു പോകും. അപ്പൊ രാമായണം കൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, രാമായണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ധർമ്മത്തെ പരിപാലിക്കുക, ആ സന്ദേശത്തെ നമ്മളിലേക്ക് തരിക എന്നുള്ളതാണ്. അപ്പൊ ആ വിഷയങ്ങളെ ഗൗരവമായി ചിന്തിച്ച് നമ്മുടെ മക്കളെ നമ്മളിതെല്ലാം പഠിപ്പിക്കണം. രാമായണം നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കളെയും പഠിപ്പിച്ച് വളർത്തി കൊണ്ടുവരണം. അതിനെന്താ ചെയ്യാൻ പറ്റുക? അത് ചിന്തിക്കുക. ഇനി നമ്മളിവിടെ ക്ഷേത്രത്തില് എല്ലാ മാസവും ഭഗവാന്റെ ഐശ്വര്യ പൂജ നടക്കുന്നുണ്ട്, ഷഷ്ടി പൂജ നടക്കുന്നുണ്ട്, വിശേഷ പൂജകളൊക്കെ നടക്കുന്നുണ്ട്. അവിടേക്ക് ആരും തന്നെ വരാറില്ല. ഐശ്വര്യ പൂജയ്ക്ക് 1-2 ആളുകൾ വരുന്നത്. ഈ ഐശ്വര്യ പൂജ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഭഗവാനെ കലശത്തിൽ പൂജിച്ച് അല്ലെങ്കിൽ സഹസ്രനാമ അഷ്ടോത്രോ ജപിച്ച് നമ്മൾ ഭക്തരെയൊക്കെ എല്ലാവരും ഇരുത്തി ഇതെല്ലാവർക്കും വേണ്ടിയാണ് ചെയ്യുന്നത്. ഐശ്വര്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ഈശ്വരാരാധന. നേരത്തെ ടീച്ചറൊക്കെ പറഞ്ഞിട്ടു, ഈശ്വരത്വം അല്ലെങ്കിൽ ആ ഈശ്വരനെ അറിയണമെങ്കിൽ എന്ത് വേണം? നമ്മളെല്ലാവരും ഉള്ളിലൊരു ആഗ്രഹം കൂടി വേണം. ഇതിനെല്ലാം നമുക്ക് ക്ഷേത്രത്തിലും സൗകര്യമുണ്ട്. പക്ഷെ ഇതിനൊന്നും ആരും തന്നെ വരുന്നില്ല. അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള പൂജകളിലും വിശേഷ പൂജകളിലൊക്കെ പങ്കെടുപ്പിക്കുക. നമ്മളെക്കാളും പ്രാധാന്യം കുട്ടികൾക്ക് കൊടുത്ത് അവരെ ഇതിലെല്ലാം പങ്കെടുപ്പിക്കുക.
അപ്പൊ എന്താവും, സമൂഹത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. വേറെ എന്താ ചെയ്യാൻ? നമുക്ക് ഒന്നും പറ്റില്ല. ഇനി വരാൻ പോകുന്ന കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുക. അത് ഈ ആത്മീയതയോടുകൂടി കാണണം. അപ്പൊ രാമായണത്തിലൂടെ ഇങ്ങനെയുള്ള സന്ദേശങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ രാമായണ ചരിത്രങ്ങളിലെ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഗൗരവത്തോടുകൂടി ചിന്തിക്കുക. നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ ചടങ്ങിലും കുട്ടികളെ പങ്കെടുപ്പിക്കുക. ഇനിയിപ്പം മറ്റന്നാള് 11-ാം തീയതി മഹാഗണപതി ഹോമം നടത്തുന്നുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഷ്ടമംഗല്യ പ്രശ്നങ്ങളിൽ കുറച്ച് ദോഷങ്ങളൊക്കെ കണ്ടു. അതിനുള്ള മൃത്യുഞ്ജയ ഹോമം മഹാഗണപതി ഇപ്പൊ ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഇവിടെ പഞ്ചാക്ഷരം ജപിച്ച് അഷ്ടാക്ഷരമൊക്കെ ജപിച്ചിരിക്കണം. അതിനൊക്കെ കുട്ടികളെ കൊണ്ടുവരിക. കുട്ടികളൊക്കെ ഇരുത്തി നാമം ജപിപ്പിക്കുക. കുഞ്ഞു കുട്ടികളായാലും കുഴപ്പമില്ല, ഇത്തിരി വലിയ കുട്ടികളായാലും കുഴപ്പമില്ല. അത് കൊണ്ടിരുത്തി നാമം ജപിക്കുക. ആ സ്വാത്വിക ചൈതന്യം അവരിലേക്ക് എത്തട്ടെ. അതേപോലെ തന്നെ ഇനി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന പരിഹാര ക്രിയകൾ, ഇതൊക്കെ ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ഈ ക്ഷേത്രത്തിലൂടെ സമൂഹത്തിന് നന്മയുണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിലെല്ലാവരും പങ്കെടുക്കുക. ചിങ്ങമാസത്തില് ആ പരിഹാര സമയത്ത് ഇതേപോലെ തന്നെ ഈ വേദിയിലിരുന്ന് ആ പൂജകളിലൊക്കെ പങ്കെടുത്ത് ആ ദോഷങ്ങളൊക്കെ നിവാരിക്കുക. അതിനുവേണ്ടി എല്ലാവരും കുട്ടികളെ പ്രധാനമായും പങ്കെടുപ്പിക്കുക. അല്ലെ? അതല്ല വേണ്ടത്. ഈ രാമായണത്തിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഞാൻ ഈ പറയുന്ന വിഷയങ്ങള് ശരിയല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും അതൊക്കെ? അതിനി നമ്മൾ ചിന്തിക്കണം. നമുക്കതിനു വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. പൂജകളും ക്ഷേത്രാരാധനകളിലും ഒക്കെ കുട്ടികളെ കൊണ്ട് പങ്കെടുപ്പിക്കാം കേട്ടോ. അപ്പൊ ഈ രാമായണത്തിൽ ഇനി ഇവിടുന്ന് തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രഭാഷണങ്ങളും മറ്റു അനുബന്ധിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലും നമ്മളെ കുട്ടികളെ പങ്കെടുപ്പിക്കുക. അവരിലേക്ക് ഈ ചൈതന്യത്തെ അല്ലെങ്കിൽ കഥകളെ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. കഴിഞ്ഞൊരു മണിക്കൂറായി നമ്മുടെ മേൽശാന്തി ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളും അനുഷ്ഠിക്കേണ്ടതായ കാര്യങ്ങളും കുട്ടികളെ കൊണ്ടുവന്ന് അവരിൽ ആത്മീയമായ ചിന്ത ഉണർത്തുന്നതിനെ പറ്റിയും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നമുക്കത് ചെയ്യാം. നമ്മളുടെ അടുത്ത തലമുറയെ നമുക്ക് കഴിയുന്നത്ര സഹായിക്കാം. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർച്ചയായി ഉണ്ടാവും. ഇന്നിപ്പോൾ 7 ദിവസം നമ്മൾ ഈ സത്സംഗം പരിപാടികൾ ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ ഇതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുന്നു. ഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരു ചെറിയ അംശമെങ്കിലും നമ്മളുടെ മനസ്സിനെയും പ്രവൃത്തിയെയും ഉത്കൃഷ്ടമാക്കും എന്നുള്ളതിൽ തർക്കമില്ല. ഇതിന്റെ ഭാഗമായി, കാരണം ചില പരിഹാരക്രിയയുടെ ഭാഗമായി സജസ്റ്റ് ചെയ്തിട്ടുള്ളത് പുരാണ പാരായണമാണ്. ആ പുരാണ പാരായണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഭാഗവത പാരായണമെന്നാണ് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അങ്ങനെ ഭാഗവത പാരായണത്തിന്റെ ഒരു യജ്ഞം തന്നെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ചെയ്യുന്നുണ്ട്. നാളെ നമ്മളുടെ തന്ത്രികൾ എത്തും. തന്ത്രികൾ വന്നതിന് ശേഷം അതിന്റെ ഡേറ്റ് പറ്റുമെങ്കിൽ നാളെ തന്നെ അറിയിക്കാൻ സാധിക്കും. അത് 7 ദിവസം ഉണ്ടാവും. അപ്പൊ അന്നും പ്രഭാഷണങ്ങളും പാരായണങ്ങളും മാത്രമായിരിക്കും ഈ 7 ദിവസം ഉണ്ടാവുക. ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ച് രാമായണത്തിന്റെ കഥകൾ അവർ മനസ്സിലാക്കുന്ന പോലെ ഭാഗവതത്തിലെ കഥകൾ അവർ മനസ്സിലാക്കി അവരെ നാളെ ഉത്തമ പൗരന്മാരായി നമ്മുടെ സമൂഹത്തിന് ഗുണമുള്ളവരായി മാറാൻ നമുക്ക് സഹായിക്കാം. അതിനുശേഷം സ്കന്ദപുരാണം ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്.
അതും നാളെ തന്ത്രികൾ വന്നതിന് ശേഷം അതിനൊരു തീരുമാനം ഉണ്ടാവും. ഇങ്ങനെ വരും മാസങ്ങളിൽ ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ തുടർച്ചയായി നമ്മുടെ ക്ഷേത്ര അങ്കണത്തിൽ ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ സാന്നിധ്യവും സഹകരണവുമാണ് അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതും നമ്മൾക്ക് പ്രചോദനം തരുന്നതും. അങ്ങനെ ഇന്നത്തെ ഈ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ നമ്മുടെ ക്ഷേത്രം ശാന്തിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ കൃതജ്ഞത അറിയിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ നമ്മളുടെ മരുന്ന് കഞ്ഞി വിതരണം നടക്കാൻ പോകുന്നു. നിങ്ങൾ ഓരോരുത്തരെയും അതിലേക്കായി ഞാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നാളത്തെ പരിപാടിയെപ്പറ്റി പറയാനാണെങ്കിൽ, നാളെ നമ്മളുടെ പ്രഭാഷണം നടത്തുന്നത് നമ്മളുടെ ക്ഷേത്രത്തിന്റെ തന്ത്രി ഡോക്ടർ OV ഷിബു തന്ത്രിയാണ്. ഒരു വലിയ ജനക്കൂട്ടം നമുക്കിവിടെ ഉണ്ടാവണം. കാരണം തന്ത്രികൾക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത്, അത് തികച്ചും നല്ല ഒരു ജനക്കൂട്ടം, എല്ലാ ആൾക്കാരെയും നമ്മൾ പങ്കെടുപ്പിക്കണം എന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം. താങ്ക് യു. ഇന്നലെ പറഞ്ഞതാണ്, എന്നാലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ 11-ാം തീയതി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആനയൂട്ടും ഉള്ളതാണ്. അതിനെ ഒരു വലിയ ചടങ്ങായി നമുക്ക് മാറ്റണം. അതിൻ്റെ തുടക്കമെന്നുള്ള രീതിയിലാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ കൂടുതൽ 2000-ഓളം ആൾക്കാരുടെ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒന്നും അത്രയൊന്നും ആയിട്ടില്ല. കൂടുതൽ ആൾക്കാർ വന്ന് ആ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിൽ പങ്കാളികളാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു.